പൗരാണികമായിട്ടുള്ള കുംഭമേളയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമുദ്രമഥനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ ഈ പാലാഴിമഥനം കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാലാഴിയെ കടയാൻ തുടങ്ങി. അസുരന്മാർ മഹാബലിയുടെ നേതൃത്വത്തിലും ദേവന്മാർ ഇന്ദ്രൻ്റെ നേതൃത്വത്തിലും രണ്ട് വശത്തായിട്ട് നിന്നിട്ട് ഇത് വലിച്ചു. ഭഗവാൻ തന്നെ സഹായിച്ചു ദേവന്മാരെ. മന്ദരപർവ്വതം അതിനിടയ്ക്ക് ഒന്ന് മണ്ണിൽ ഉറച്ചു പോയി, കടലിൻ്റെ അടിത്തട്ടിൽ ചെളിയിൽ പൂണ്ടുപോയിട്ട് തിരിയാൻ പറ്റാണ്ടായി. അപ്പോൾ ഭഗവാൻ ഒരു കൂർമ്മത്തിൻ്റെ ആമയുടെ രൂപത്തിൽ ആ മന്ദരപർവ്വതത്തിനെ താങ്ങി നിർത്തിയതും അത് എന്താ പറയുക, കടകോല് വളരെ സ്മൂത്തായിട്ട് ആ ആമയുടെ തോടിൻ്റെ മുകളിൽ തിരിഞ്ഞതും ഒക്കെ ആയിട്ട് കഥയുണ്ട്. അതിൻ്റെ യോഗാർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ വിപുലമാണ്. കൂർമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശ്വാസമാണ്, പ്രാണനാണ്. അപ്പോൾ അത് ഞാൻ മുമ്പ് പല പ്രഭാഷണങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ വിസ്തരിക്കുന്നില്ല. എന്നാലും എന്താ പറയുക, നമുക്ക് ഇത് വെറും ഒരു കഥയായിട്ട് വിഴുങ്ങരുതെന്ന് മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ് ഒരവസരം വന്നതുകൊണ്ട്. എന്താണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മചൈതന്യത്തിനെ കടഞ്ഞ് പുറത്തെടുക്കലാണ്. അപ്പോൾ ആ കടയടേൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുക, നമ്മുടെ നട്ടൽ തന്നെയാണ് നമ്മുടെ ഈ മന്ദരപർവ്വതം എന്ന് പറയുന്നത്. നമ്മുടെ പിങ്കള നാഡികളാണ് ഈ അസുരന്മാരും ദേവന്മാരും കടയുന്ന വാസുകിയുടെ ശരീരഭാഗം. യോഗശക്തി തന്നെയാണ് വാസുകി. സർപ്പങ്ങളെപ്പോഴും യോഗശക്തിയെ കുണ്ഡലിനിയൊക്കെ പ്രതിനിധീകരിക്കണതാണല്ലോ. അതുപോലെ അപ്പോൾ എന്താ, നമ്മളങ്ങനെ നമ്മുടെ ആധ്യാത്മിക സാധന ചെയ്ത് നമ്മുടെ ആ സ്വത്വത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ടിട്ടുള്ള അമൃതിനെ കടഞ്ഞ് വേർതിരിച്ചെടുക്കാൻ നോക്കുമ്പോൾ ആദ്യം പുറത്തു വരിക നമ്മുടെ കർമ്മദോഷങ്ങളാണ്. അതാണ് വാസുകിയുടെ വായിൽ നിന്ന് ബഹിർഗമിച്ച കാളകൂടം എന്ന് പറയുന്ന വിഷം. അത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കർമ്മദോഷം, നമ്മുടെ കർമ്മദോഷമാണ് നമ്മുടെ ശരീരം കടഞ്ഞ വാസുകിയുടെ നിന്ന് വരിക. അങ്ങനെയാണ്. അതിനെയാണ് ആത്മാവായിട്ടുള്ള മഹാദേവൻ ഭക്ഷിച്ചത്. അത് കണ്ഠത്തിൽ തങ്ങി നിന്നു. നമ്മുടെയൊക്കെ കഴുത്തിൽ ഈ വിശുദ്ധി എന്ന് പറയുന്ന ചക്രമുണ്ട്. ശരീരത്തിൽ 6 ചക്രങ്ങളിൽ, അതൊന്നും ഇപ്പോൾ വിസ്തരിക്കാൻ സമയമില്ല. അതിൽ ആ പേര് തന്നെ വിശുദ്ധി എന്നാണ്. അവിടെയാണ് കർമ്മത്തിൻ്റെ സ്ഥാനം, അവിടെയാണ് കാളകൂടം ഇരിക്കുന്നത്. നമ്മുടെ കർമ്മദോഷവും കർമ്മശുദ്ധിയും ഒക്കെ ഇരിക്കേണ്ടത് ഇവിടെയാണ്, കഴുത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഭഗവാന് നീലകണ്ഠൻ എന്നുള്ള പേര് വന്നു. അങ്ങനെ ഭഗവാൻ സകല ചരാചരങ്ങളെ ആ കാളകൂടം ഭക്ഷിച്ചിട്ട് മഹാദേവൻ രക്ഷിച്ചതിന് ശേഷം പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ ദിവ്യവസ്തുക്കളായിട്ട് വരുന്നുണ്ട്. കാമധേനു വരുന്നു, എന്താ പറയുക, ഉച്ചൈശ്രവസ് എന്ന് പറയുന്ന കുതിരയൊക്കെ അതൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്ന് മഹാലക്ഷ്മി ഉണ്ടാവും, ചന്ദ്രൻ ഉണ്ടാവും, അതൊക്കെ അതിൻ്റെ ക്രമത്തിൽ വരും. അതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം ധന്വന്തരി മൂർത്തി കയ്യിലെ ഈ അമൃതകലശമായിട്ട് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് എന്താ പറയുക, പെട്ടെന്ന് ആണല്ലോ ഈ ആൾ ഇങ്ങനെ കയറി വരുന്നത്. വരുന്ന സമയത്ത് ഈ ഇന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള ജയന്തൻ ഈ അമൃതകലശത്തിനെ തട്ടിപ്പറിച്ചിട്ട് ധന്വന്തരി മൂർത്തിയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് തട്ടിപ്പറിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് ഓടി. അതായത് ദേവന്മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, ഓവർ സ്മാർട്ട്നെസ് കാണിച്ചാണ്. അതങ്ങോട്ട് തട്ടിപ്പറിച്ചിട്ട് ഓടി. അപ്പോൾ ശുക്രാചാര്യർ അസുരന്മാരുടെ ഗുരുവാണ്. അദ്ദേഹം വേഗം കണ്ണ് കാണിച്ചു, അത് അവനെടുത്തിട്ട് ഓടണമെന്ന് കാണിച്ചു. അപ്പോൾ അസുരന്മാരൊക്കെ ജയന്തനെ പിന്തുടർന്നു. ജയന്തൻ 12 ദിവസം ദിനരാത്രങ്ങൾ ആ അമൃതകലശവുമായിട്ട് പലയിടങ്ങളിൽ ഓടിയെന്നാണ് സങ്കല്പം. അപ്പോൾ ദേവന്മാരുടെ ഒരു ദിവസം പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഒരു വർഷമാണ്. അപ്പോൾ 12 ദിവസം ഓടി എന്ന് പറഞ്ഞാൽ 12 വർഷം ഓടി. 12 വർഷം ഭൂമിയിൽ 12 വർഷക്കാലം ഓടി അസുരന്മാരുടെ കയ്യിൽ ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഈ കലശത്തിനെ ചില ഇടങ്ങളിൽ വെച്ചിട്ട് വിശ്രമിച്ചിട്ടുണ്ട്. ഇവരുമായിട്ട് കുറച്ച് ഓടി പിന്നാലെ വരുന്ന ആൾക്കാർ തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് വരുമ്പോൾ കലശം അവിടെ ഇറക്കി വെച്ചിട്ട് ഒന്ന് കിതയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഇറക്കി വെച്ചു എന്നാണ് സങ്കല്പം. അങ്ങനെ വെച്ച സ്ഥലങ്ങളാണ് ഹരിദ്വാരം, പ്രയാഗം, നാസിക്കിലെ ത്രയംബകേശ്വര ജ്യോതിർലിംഗത്തിൻ്റെ സ്ഥാനം, പിന്നെ അതിനുശേഷം ഉജ്ജയിനിയിൽ. ഈ 4 സ്ഥലങ്ങളിലാണ് ഇത് വെച്ചതെന്നാണ് പറയണത്. അതുകൊണ്ട് ഈ 4 സ്ഥലങ്ങളിൽ വയ്ക്കുമ്പോൾ ഈ അമൃതിൻ്റെ തുള്ളികൾ ചെതറി വീണിട്ടുണ്ട്. അതായത് വയ്ക്കുന്ന സമയത്ത് തെറിച്ച് വീണതായിരിക്കണം. ആ വയ്ക്കുന്ന സമയത്ത് അമൃത് അവിടെ തൂവിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് ഈ സ്ഥലങ്ങളുടെയൊക്കെ പ്രാധാന്യം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുംഭമേളയ്ക്ക് തുല്യമായൊരു മേള നമുക്കും കേരളത്തിൽ മാമാങ്കം എന്ന് പറയും, മാഘമഖം എന്ന് പറയും. അതായത് മാഘമാസത്തിൽ സകല നദികളിലും ഗംഗയുടെ സാന്നിധ്യം ഉണ്ടാവും ഭാരതത്തിലെന്നാണ് സങ്കല്പം. അപ്പോൾ മാഘമാസത്തിൽ സ്നാനം ചെയ്യുക. നമ്മുടെ ഭാരതപ്പുഴയിൽ, നിളയിൽ, പെരിയാറിൽ ഒക്കെ ഉണ്ടാവും. അതിൽ നിളയിൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്
12 വർഷം കൂടുമ്പോൾ നടത്തിയിരുന്ന ഒരു കുംഭമേള തന്നെയായിരുന്നു നമ്മുടെ മാമാങ്കം. എല്ലാ വർഷവും മാഘമാസത്തിലുള്ള സ്നാനമാണ് ഈ കുംഭമേളകളുടെയൊക്കെ ഏറ്റവും ചെറിയ യൂണിറ്റ്. അത് എല്ലാ വർഷവും ഉള്ളതാണ്, മാഘസ്നാനം എന്ന് പറയും.